Friends, welcome back to our channel. In this video, we will see a variety of roses and material chedigal okay at Kollam Madamuk, Motherhome office in Radatola, Namapudia outlet Gorchu Plantilla, Gondon the Vechekana, guiding they will Nangan Nama Plantilla, Seti, they can Nanite, Seti the Tundau, and the Nilaka and the option account on the Param. അതേപോലെ തന്നെ എല്ലാം നല്ല വൃത്തിയാവണമൊക്കെ സെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അന്നേരം എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. റെയർ ആയിട്ടുള്ള ഒരു ആമ്പലിന്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. അത് ഫസ്റ്റ് ഫ്ലവർ ചെയ്ത ഒരു സന്തോഷത്തിൽ നമ്മൾ വിട്ട വീഡിയോ ആണ്. പതുക്കെ വിരിയുന്ന ആമ്പലിന്റെ ഒരു സൗന്ദര്യം നിങ്ങൾക്കും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ടതാണ്. അതിനും നമ്മൾ പുതിയ നഴ്സറി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. തന്നെ ബൊഗെയിൻവില്ല വീണ്ടും നിറച്ച് പൂത്ത് ഒരു 5 വെറൈറ്റി തൈകൾ വെച്ച പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹെവി ആയിട്ട് പൂത്ത വിവരം സസന്തോഷം കാണാനും അറിയാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഇതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ബൊഗെയിൻവില്ലയെ പറ്റി ഒരുപാട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളെ ചാനലിനകത്തുണ്ട്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നഴ്സറിയുടെ പുറത്ത് കവാടത്തിൽ തന്നെ കുറച്ച് ബൊഗെയിൻവില്ലയൊക്കെ വെച്ചിട്ടുണ്ട്. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. അന്നേരം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഇല കാണാതെ പൂ പിടിച്ച് കിടക്കുന്ന കുറേ ബൊഗെയിൻവില്ലകളും അതേപോലെ തന്നെ അത്യാവശ്യം റെയർ ആയിട്ടുള്ള കുറേ വെറൈറ്റികൾ, ഇതൊക്കെ ഒരു 10 കൊല്ലം ഒക്കെ പഴക്കമുള്ള കുറച്ച് ബൊഗെയിൻവില്ലകളാണ്. അത് താഴെ വെച്ച് തന്നെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്താണ് ഇതേപോലെ ആക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ വള്ളി റോസിൻ്റെ ഒരു ചുവപ്പ് കളറിലുള്ള പ്ലാന്റ് നിറച്ച് പൂത്തത് നമ്മൾ വെളിയിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ലപോലെ സ്റ്റാൻഡൊക്കെ ചെയ്ത് സെറ്റാക്കി സ്വല്പം DAP വളമൊക്കെ കൊടുത്ത് ഇച്ചിരി ഫംഗിസൈഡ് ഇൻറ്റർഫില്ല് അതിൻ്റെ ആവശ്യമില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. കാര്യം ഇൻഡോഫിൽ ഇല്ലാതെ റെഡി ആവത്തില്ല റോസ്. അതേപോലെ തന്നെ അതാണ്ട് താമരയുടെ തന്നെ നിറച്ച് പൂക്കുന്ന വെറൈറ്റിയാണ്, പിങ്ക് ക്ലൗഡ് വെറൈറ്റിയാണ്. അതിപ്പോൾ അടുത്ത 2 പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു സവിശേഷത ഉണ്ട്. ട്യൂബറാണ് ഇതൊക്കെ സാധാരണ കിട്ടാറ്. അതേപോലെ തന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് മാൻഡിവില്ല വൈറ്റ് ഒരു ആർച്ചിനകത്ത് നല്ല വൃത്തിയാവണം സെറ്റ് ചെയ്ത് നിറച്ച് പൂത്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ താഴെ ബ്ലീഡിങ് ഹാർട്ട്, അതേപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ട് പണ്ടേ ഉള്ള ചെടിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയിൽ വരുന്ന ഒന്നാണ് ബ്ലീഡിങ് ഹാർട്ട്. അതേപോലെ തന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് വള്ളി റോസിൻ്റെ ചെറിയ തൈ, നല്ല അടിപൊളി തൈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ കോളിയാസിൻ്റെ പല വെറൈറ്റികൾ ഒരു ബെഡായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ആരെങ്കിലുമൊക്കെ വരുന്നവരൊക്കെ നുള്ളിപ്പറക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ചെടികൾ, മണി പ്ലാന്റ്, അതേപോലെ തന്നെ ഫിലോഡെൻഡ്രൻ ബ്രേസിൽ, അതേപോലെ തന്നെ ദ്വാരത്ത ഫിലോഡെൻഡ്രൻ വെറൈറ്റികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ്. നല്ല 2 കട്ടിങ് 3 കട്ടിങ്ങിനൊക്കെ പരുവായിട്ടുള്ള ടൈപ്പ് പ്ലാന്റുകളാണ്. പിന്നെ വെർട്ടിക്കൽ പ്ലാന്റ് പല വെറൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡാർക്ക് റെഡ് ലീഫ് വരുന്ന അത്യാവശ്യം നല്ല വെയിലത്ത് വെർട്ടിക്കലായിട്ടും ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ആ പ്ലാന്റിനെ ഇടാൻ പറ്റും. അതേപോലെ തന്നെ ബുഷായിട്ട് ഒക്കെ നിർത്തുന്ന കുറച്ച് പ്ലാന്റുകൾ വെർട്ടിക്കലിനകത്തൊക്കെ തന്നെ കൂടുതലായിട്ട് ഈ പ്ലാന്റുകൾ ഇടാറ്. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനകത്ത് നമുക്ക് മുൻകൈയിലെടുത്ത് നല്ല വൃത്തിയാവണം സെറ്റ് ചെയ്യുന്ന പ്ലാന്റാണ്. അത്യാവശ്യം വെയിലും നല്ല ഒരു വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. പിന്നെ അതേപോലെ തന്നെ ഡയാന്തസിന് വെള്ളം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്രിസാന്തിമത്തിനൊക്കെ ആവശ്യത്തിന് വെള്ളം മതി, ഓവറായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുന്നത് നല്ലത്. പെറ്റൂണി ആണെങ്കിൽ പോലും നല്ലപോലെ വെള്ളം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളും. അതേപോലെ തന്നെ ജെറിബറയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇടയ്ക്ക് നിന്നൊക്കെ മുട്ട ആണെന്നുണ്ടെങ്കിലും ആളുകൾ വന്ന് നുള്ളിപ്പറക്കി എടുക്കുന്നുണ്ട്. നമ്മളെ പുതിയ നഴ്സറി വിശേഷങ്ങളൊക്കെ ആയതിനാൽ നമ്മൾ അതും കൂടെ ഇടയ്ക്ക് ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. നമ്മളിപ്പം അതാണ് നമ്മൾ നേരത്തെ റോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നത്. പല വെറൈറ്റി റോസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഓൺലൈൻ സെയിലല്ല, ലൈവ് നഴ്സറിയാണ്. വരുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉള്ളത് എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് റോസിനായിരിക്കും ചിലപ്പം ഉദ്ദേശിച്ച് വരുന്നത്, പക്ഷേ തീർന്നു പോയിരിക്കും. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാടൊന്നും വരത്തില്ല. റെയർ കളറൊക്കെ തുച്ഛമായി വിരലിൽ എണ്ണാവുന്ന അത്രയൊക്കെ പ്ലാന്റുകളെ വരുന്നത്. ഈ പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന പ്ലാന്റുകൾക്ക് വരുന്നു, അന്നേരം കിട്ടുന്നു. നമ്മൾ പോലും അതൊന്ന് മാറ്റി വയ്ക്കുന്നതിന് മുമ്പേ ആരെങ്കിലും മേടിച്ചുകൊണ്ട് വെക്കണം. എന്താണ് കണ്ടില്ലേ, നല്ല അടുക്കി നിൽക്കുന്ന റോസുകൾ, അതാണ്ട് ഡാർക്ക് റെഡ്, ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ്. നിറച്ച് പൂക്കുന്ന വെറൈറ്റി വലിയ ചട്ടിയിലുള്ള പ്ലാന്റുകളൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഡാർക്ക് യെല്ലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയാട്ടോ. നമ്മൾ റോസിൻ്റെയൊക്കെ ഒരുപാട് കെയർ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ പറയുവാണ്, ഇൻഡോഫില്ലം 45 എന്ന് പറയുന്ന ഫംഗിസൈഡാണ് നമ്മൾ റോസിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു ചെറിയ വെരിഗേഷൻ പോലെ തോന്നിയതുകൊണ്ട് ഇത് ബോറോണിൻ്റെ കുറവോ എലമെൻസിൻ്റെ കുറവോ അല്ല, ഇതൊരു വെരിഗേഷൻ കണക്ക് ജസ്റ്റ് തോന്നി അത് കാരണം എടുത്തുനിന്ന് മാറ്റി വെച്ച പ്ലാന്റ് ആണ്.
ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല, യാദർച്ഛികമായിട്ട് ഒരു പ്ലാന്റ് കണ്ടതാണ്. ചിലപ്പോൾ ഇതൊക്കെ തിരിച്ച് റിവേർട്ടഡ് ആയിട്ട് ഗ്രീനായി പോകാനുള്ള സാധ്യതയുണ്ട്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു റയറായിട്ട് പെട്ടെന്ന് കാണിച്ചാണ്. അതേപോലെ ബൊഗെയിൻ വില്ലയുടെ കുറച്ച് തൈകൾ. ഇത് ബൊഗെയിൻ വില്ല ഒരുപാട് പേര് ചോദിച്ചു. ബൊഗെയിൻ വില്ല കൊറിയർ ഒരു രക്ഷയില്ല, അത് അയച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകത്തിരിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള നമ്മളെ സ്പെസിമെൻ ഇതാണ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഈ പ്ലാന്റിനെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാം. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ കുറേ തൈകൾ. അതുകൊണ്ട് ഇന്നലെ ഇറക്കിയ റോസ് നല്ല മുഴുത്ത മൊട്ടായിട്ടുള്ള റോസുകളാണ്. പൂക്കളൊക്കെ തുടങ്ങി വരുന്നതാണ്. പുതിയ തളിരും മൊട്ടുമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്. അതേപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പ് റോസസ്, അതേപോലെ തന്നെ സീസൺ പ്ലാന്റ്, അഡീനിയം, വലിയ കവറുള്ള റോസ്, അതുകൊണ്ട് ഹാങ്ങിങ്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ സെയിലായി പോയ 2 പ്ലാന്റ് ആണ്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പൂത്തു എന്നുള്ളതാണ്. ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുന്ന പ്ലാന്റാണ്. ബൊഗെയിൻ വില്ലയുടെ തന്നെ ഗോൾഡൻ കാസ്കേഡ് എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നറിയപ്പെടുന്ന സ്വന്തം പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇത് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപേണ ഇടാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.